ഗൈസ്, ഞാൻ അടിച്ച ലോട്ടറി മാറാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പോവാണ്. അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ കിട്ടുന്ന എന്തായാലും എല്ലാവരും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കാസർഗോഡ് പോവാം. ഞാൻ അടിച്ച ലോട്ടറി മാറാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടും നല്ല വെയിലുണ്ട്. ഇനി ഈ ടൈമിൽ ബസ് കിട്ടാനാണ് പണി. അങ്ങനെ ഞാനിവിടെ ബസ് കിട്ടുന്ന സ്ഥലത്ത് വന്ന് നിന്നും അടുത്ത് കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ വിചാരിച്ച പോലെ ലേറ്റ് ആയില്ല. ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ ബസ് വന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കാസർഗോഡ് എത്തി. ഇനി നമുക്ക് നേരെ ലോട്ടറി മാറാൻ പോകണം. നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ റിഫ്ലക്ഷൻ കാണുന്നുണ്ടല്ലോ. ഇച്ചാതി വെയിലായിരുന്നു കാസർഗോഡ്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ ഇവന് കൊടയെടുത്ത് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയില്ല. ഒറ്റയ്ക്ക് വ്ളോഗ് കൊടുക്കണം, കൊട്ടയും പിടിക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയില്ല. അതുകൊണ്ട് ഞാൻ കൊടയെടുക്കുന്നില്ല. ഒറ്റ നടത്താൻ വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല. എൻ്റെ അമ്മ, കാസർഗോഡ് എവിടെ തിരിഞ്ഞാലും തിരക്ക് മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് കൊടുക്കണം. ടാസ്ക് തന്നെ. ഇനി അധികം താമസിക്കാതെ വേഗം പോയി ലോട്ടറി മാറിയിട്ടെ. ഗൈസ്, അങ്ങനെ ടിക്കറ്റ് മാറ്റി പൈസ കൈ കിട്ടി. എനിക്ക് കുറച്ച് സാധനം വേണം. അങ്ങനെ ലോട്ടറിയുടെ പൈസ കിട്ടി. നേരെ വന്നത് നമുക്ക് തയ്ക്കാനുള്ള തുണിയുടെ ലൈനിങ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വെറും രണ്ട് സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലേക്ക്. അങ്ങനെ ഇവിടെ കിടന്ന് നട്ടം തിരിഞ്ഞ് തപ്പിപ്പിടിച്ച് ആ 2 സാധനം വാങ്ങി ഞാൻ പുറത്തിറങ്ങി. എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാണ്ട് ഒരു ചെറുത് അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എങ്ങനെയൊക്കെ പുറത്തിറങ്ങി. വീണ്ടും നടന്ന് മുന്നോട്ട് വന്നു. എന്തിന്? പച്ചക്കറി വാങ്ങാൻ. വിലക്കുറവിൽ പച്ചക്കറി കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വാങ്ങാൻ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ആദ്യം എന്ത് വേണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ട് നിന്നു. വേറെ ഒന്നും നോക്കിയില്ല. ഫോൺ എടുത്തു നേരെ അമ്മേനെ വിളിച്ചു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടണം. അതാണ് ടാസ്ക്. ഞാൻ കടുത്ത മോഹൻലാലിൻ്റെ ആരാധകനായതുകൊണ്ടാണ് ഈ ചെരുവ് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പുറത്തെ ഒരു കയ്യിലെ സാധനം മൊത്തം ഒരു 10-40 കിലോ വെയിറ്റ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ്. ഇനി ബസ് കയറണം. എന്തോ ഭാഗ്യവശാൽ നമുക്ക് പോകേണ്ട ബസ് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും അരമണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റായിനി. നിങ്ങളെ തല തിരിഞ്ഞില്ലേ? വേറെ നല്ലട്ട ക്യാമറേൻ്റെ ആംഗിളൊന്നും ജസ്റ്റ് മാറിയതാ. ഇത് ഇത്രയും സാധനം പിടിച്ചിട്ടാണ് ഞാൻ ഇത്രയും സമയം നടന്നുകൊണ്ടെന്ന്. പിന്നെ ഞാനെങ്ങനെ മോഹൻലാലാകണ്ടിരിക്കും? നിങ്ങൾ തന്നെ പറയൂ. ഇപ്പോൾ സമയം 1:10, 1:30 വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. വാവ്. അപ്പം ഞാൻ വീണ്ടും ഇതൊരുമാതിരി പുഴുങ്ങാനിട്ട അവസ്ഥയും. നിങ്ങൾക്ക് എൻ്റെ ബനിയം കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കണമല്ലോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് അനങ്ങാൻ തുടങ്ങി. ഉച്ചയായതുകൊണ്ട് ബസ്സിലധികം തിരക്കുണ്ടായില്ല. അതൊരു ഭാഗ്യമായി കണക്കൂട്ടാം. അധികം വൈകാതെ തന്നെ നമ്മൾ വീടിൻ്റെ അടുത്തെത്തി. അങ്ങനെ ലോട്ടറി അടിച്ച പൈസ ഓതാവ. ഞാൻ വരുന്നു എന്നറിഞ്ഞ് എന്നെ കാണാൻ നിൽക്കുന്ന ആരാധകരാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ലോട്ടറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക ഗൈസ്. അപ്പോൾ അത്രയില്ല ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയൊരു വ്ളോഗ്. അത്രയില്ലൂ. കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ ഇനിയും മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.